ുകയും അവിടം മുതൽ പിന്നെ അങ്ങോട്ടൊരു മരണമില്ലാത്ത അവസാനമില്ലാത്ത ഒരു ലോകത്തേക്ക് നീണ്ടുപോകുന്ന ഒരു കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിൽ വളരെ സ്ഥാനവും പ്രാധാന്യവും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ് നിക്കാഹ്. അർബഉം മിൻ സുനനിൽ മുർസലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്താണ്. അതിൽ ഒന്ന് ഹയാ, ലജ്ജ ഇല്ല എങ്കിൽ അവൻ ഈമാൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ലജ്ജ ഈമാൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത് സിവാക്ക്, പല്ല് തേക്കുക. ഇപ്പം രാത്രി നമ്മൾ എപ്പോൾ എഴുന്നേറ്റാലും ഇതാ ഖുംത മിനൽ ലൈലി ഫസ്തക്, രാത്രി എഴുന്നേറ്റാൽ പല്ല് തേക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മൂന്നാമത് അത്തഅത്തുർ, സുഗന്ധദ്രവ്യങ്ങൾ പൂശി നടക്കുക. അതെപ്പോഴാണ് നമസ്കരിക്കാൻ പോവുക, ഇനി രാത്രി മണിയറയിലേക്ക് പ്രവേശിക്കുക, ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ നമ്മളെപ്പോഴും സുഗന്ധദ്രവ്യങ്ങൾ പൂശുക പ്രവാചകന്മാരുടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുടുംബത്തിന് ചെലവിന് വേണ്ടി എത്രത്തോളം പൈസ ചെലവാക്കുന്നു അതേപോലെ സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കുമായിരുന്നു ഹദീസിൽ കാണാം. നാലാമത് അന്നിക്കാഹ്, വിവാഹം, വൈവാഹിക ജീവിതം, അത് പ്രവാചകന്മാരുടെ സുന്നത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു, അന്നിക്കാഹു മിൻ സുന്നത്തി, എൻ്റെ സുന്നത്താണ് നിക്കാഹ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഇസ്ലാം നിക്കാഹ് എന്താണ്, എങ്ങനെയാണ് എന്നെല്ലാം നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നിക്കാഹ്, അതാണ് വൈവാഹിക ജീവിതം. ഇന്ന് നമ്മുടെ നാടുകളിൽ കാണിക്കുന്ന കോപ്രായങ്ങളും തമ്മാടിത്തരങ്ങളും അല്ല നിക്കാഹ്. അതൊക്കെ കാണിക്കപ്പെടുന്നതൊന്നും ഇസ്ലാമിക ആചാരമായിട്ട്, അത് വിവാഹമായിട്ട്, നിക്കാഹായിട്ടൊന്നും നമ്മളത് കണക്കാക്കാൻ പാടില്ല. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവന്ന കല്യാണം, ഇതൊക്കെ ഏത് സംസ്കാരത്തിൽ നിന്ന് വന്നു നമുക്കറിയില്ല. നിക്കാഹ് എന്ന് പറയുന്ന ഈ ഒരു കർമ്മമാണ്, ഇതൊരു ഇബാദത്താണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് പോലും, ഇതിൽ സാക്ഷ്യം വഹിക്കുന്നവർക്ക് പോലും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിക വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, അത് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് വിവാഹം, ഇതാണ് നിക്കാഹ് എന്നുള്ളത്. അതല്ല നമ്മുടെ നാടുകളിൽ നിന്ന് കാട്ടിക്കൂട്ടുന്നത് പോലെയുള്ള രീതികളല്ല. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തല്ല, അതിന് പകരം മലക്കുകളുടെ ശാപങ്ങളാണ് ഇറങ്ങുന്നത്. പടച്ചവനകത്തോടെ നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം നിക്കാഹ് എന്ന് പറയുമ്പോൾ ഇതൊരു സന്തോഷ ദിവസമാണ്. 2 ധ്രുവങ്ങളിൽ താമസിച്ചിരുന്ന ഇരു കൂട്ടർ, ഹലാലല്ലാത്ത ഇരു കൂട്ടരെ ഇന്നും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഹലാലാക്കി കൊടുക്കുന്ന ഒരു കർമ്മമാണല്ലോ ഈ നിക്കാഹ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ നല്ല രീതിയിലാണ് ഒരു നിക്കാഹിന് വേണ്ടി ആളുകളെ സെലക്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ വരനെയും വധുവിനെയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല താബിഈങ്ങളുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു സൂഫിയായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കൽ അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, എനിക്കൊരു മകളുണ്ട്, ഞാൻ അവളെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവുമാണ് അവളോട്. പക്ഷെ അവൾക്ക് വിവാഹത്തിൻ്റെ സമയമായി. അതുകൊണ്ട് മഹാനായ അങ്ങയോട് ഞാനൊന്ന് ചോദിക്കുന്നു, ഫമൻ തുഷീറു ഇലയ്യ, എനിക്ക് നല്ല ഒരു വ്യക്തിയെ അങ്ങ് തെരഞ്ഞു പിടിച്ച് തരണം. വിവാഹാലോചന നടത്തുകയാണ്, എനിക്കൊരു നല്ല ഒരു വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് തരണം, കല്യാണത്തിന് എൻ്റെ മകളെ ഏൽപ്പിക്കാൻ, ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിക്കാൻ എനിക്കൊരു നല്ല ഒരു വ്യക്തിയെ തെരഞ്ഞു തരണം. അല്പസമയം കുനിഞ്ഞിരുന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ തല ഉയർത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സൗവിജ് റജുലൻ യത്തഖില്ലാഹ്. മഹാനവറുകൾ പഠിപ്പിച്ച ഒരു പോയിന്റ് അതാണ്, സൗവിജ് റജുലൻ യത്തഖില്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ നീ സെലക്ട് ചെയ്ത് നിൻ്റെ മകളെ ഏൽപ്പിക്ക്. അതാണ് അവിടെ പറഞ്ഞൊരു പോയിന്റ്, വേറൊന്നുമില്ല. BA പഠിച്ചവനോ, MA പഠിച്ചവനോ, MTech പഠിച്ചവനോ, BBA പഠിച്ചവനോ, ആലിമിനെന്നോ ഉസ്താദിനെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി നിന്റെ മകളെ നീ ഏൽപ്പിക്ക്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്താണ്? ഇന്ന ഹബ്ബഹ അക്റമഹ വ ഇന്ന ബഗളഹ ലം യളിംഹ. അവൻ അവളെ സ്നേഹിച്ചാൽ അക്രമഹ, ബഹുമാനിക്കും. ഒരു ഭാര്യയെ നമ്മൾ ബഹുമാനിക്കണം. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും ആദമിന്റെ മക്കളെ ആദരിച്ചു. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അല്ലാഹു തആല നല്ല ബഹുമാനവും ആദരവും സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകൾ ഫാത്തിമ ബീവിയെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. മകളാണ്. നമ്മളൊക്കെ നമ്മുടെ മകളെ കണ്ട് എഴുന്നേക്കോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മകളെ ചുംബിച്ച് നബിതങ്ങൾ ഇരുന്ന കസേരയിൽ മകളെ പിടിച്ചിരുത്തി അത്ര ആദരിച്ചു, ബഹുമാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് വലിയ ആദരവാണ് നൽകിയത്. ഇസ്ലാമിക രീതികളൊക്കെ പറയാൻ ഒരുപാട് ഉണ്ട്, നമുക്കത് കൂടുതൽ നീട്ടിപ്പരത്തി ഞാൻ പറയുകയല്ല. ഒരു 5 മിനിറ്റ് ഒരു വർക്കത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. നമ്മളൊക്കെ പോയി സഫാ മർവയിലൊക്കെ നമ്മൾ ഓടുമ്പോൾ അവിടെ ഒരു പച്ച ലൈറ്റ് ഉണ്ടല്ലോ, പെണ്ണുങ്ങളൊന്നും ഓടണ്ട, അവിടെ ആണുങ്ങൾ ഓടുക. കാരണം പെണ്ണുങ്ങൾക്ക് വേണ്ടി നേരത്തെ ഒരു പെണ്ണ് അവിടെ ഓടിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു. ഒരു പെണ്ണും ഇനി ലോകത്ത് അവിടെ ആ ഭാഗത്തുമ്പോൾ ഓടണ്ട. പക്ഷെ നമ്മളൊക്കെ പുരുഷന്മാർ ആ ഭാഗത്തുമ്പോൾ നമ്മളിങ്ങനെ ഓടുകയാണ്. ഒരു പെണ്ണിൻ്റെ ഒരു വസ്ത്രം അത് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ അത് വിശദീകരിച്ചിരുന്നുണ്ട്. ഒരാണിൻ്റെ വസ്ത്രത്തെക്കാൾ ഒരു പെണ്ണിൻ്റെ വസ്ത്രം എന്താണ് അത് വിശദീകരിച്ചിരുന്നുണ്ട്. ഒരു ഭർത്താവിൽ നിന്ന് പെണ്ണിന് ആവശ്യമുള്ളതൊക്കെ എടുക്കാം അവൻ്റെ സ്വത്തിൽ നിന്ന്, എന്നാൽ ഒരു പെണ്ണിൻ്റെ സ്വത്തിൽ നിന്ന് ഒരു ഭർത്താവിന് എടുക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവളുടെ മഹത്വം വിളിച്ചോതലാണ്. അതുകൊണ്ടൊരു ഭർത്താവ് അവളെ സ്നേഹിക്കുമ്പോൾ അവളെ ആദരിക്കും എന്നാണ് അതിനർത്ഥം. ഇന്ന ഹബ്ബഹ അക്റമഹ, ഏറ്റവും വലിയ ആദരവാണത്. ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സന്തോഷത്തോടു കൂടി നോക്കുമ്പോൾ, അതേപോലെ തിരിച്ചും ഒരു ഭാര്യ ഭർത്താവിനെ സന്തോഷത്തോടു കൂടി നോക്കുമ്പോൾ നളറല്ലാഹു ഇലൈഹിമാ നളറ റഹ്മ, ആ രണ്ടുപേരുടെ നോട്ടത്തിനിടയിൽ അല്ലാഹു റഹ്മത്ത് ഇറക്കുമെന്നാണ്. റഹ്മത്ത്. വൈദാ അഖദ ബികഫിഹാ തസാഖത്തത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസാബിഇഹിമാ, ഒരു ഭാര്യയും ഭർത്താവും സ്നേഹസല്ലാപത്തോടുകൂടി അവരുടെ 2 കരങ്ങൾ ചേർത്ത് പിടിച്ചാൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. എത്രത്തോളം ആദരവാണിത്! ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമാണിത്. നമുക്കിതിവിടെ കിട്ടുമോ? മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. ഒരു ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ ഭർത്താവിൻ്റെ പാത്രത്തിൽ നിന്ന് ഒരു പിടി ഭക്ഷണം എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുക്കുക. ഇത് വെറുതെയല്ല. ഇല്ല ഉജിർത അലൈഹ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞതാണ്, സഅദേ, നിന്റെ ഭാര്യയ്ക്ക് നീ ഒരു പിടി ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നത് അത് സദഖയാണ് സഅദേ, അത് സദഖയാണ്. നമ്മളിന്ന് കല്യാണം കഴിഞ്ഞ് മണിയറയിൽ പോകുമ്പോൾ പാല് കൊടുക്കും. ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ പാല് കൊടുത്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം. പക്ഷെ നമ്മളൊക്കെ ഇതൊരു ആചാരം ആണെന്ന് കരുതും. പക്ഷെ അതുവരെ അങ്ങോട്ടും അവർക്ക് 2 പേർക്കും, ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ ആ ഒരു സന്തോഷം സല്ലാപം എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണൊരു വിവാഹ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം 3 കാര്യത്തിനാണെന്ന് നമ്മൾ സാധാരണ ഖുത്ബ ഓതുമ്പോൾ പറയാറുണ്ട്. ജമാലിഹ, ഹസബിഹ, മാലിഹ, സമ്പത്ത്, അവളുടെ കുടുംബം, അവളുടെ സൗന്ദര്യം. ഇതാണ് പൊതുവെ ഇന്ന് ഒരു വിവാഹവേദിയിൽ പരിഗണിക്കപ്പെടാറുള്ളത്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഫൽഫർ ബിദാത്തി ദീൻ, നിങ്ങൾ ദീനിനെ പരിഗണിക്കണേ, ദീനിനെ പരിഗണിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചു. പക്ഷെ നമ്മൾ ഇന്ന് ദീനാണോ പരിഗണിക്കുക? എവിടെയെങ്കിലും കല്യാണത്തിൻ്റെ ഒരു ചെറുക്കനെ ആലോചിക്കാൻ പോകുമ്പോൾ, ഒരു പെണ്ണിനെ ആലോചിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ചർച്ച ചെയ്തിട്ട് പരസ്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്നവനാണ്, മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചവനാണ്, പള്ളിയിൽ പോകുന്നവനാണ് എന്നേ പറയുള്ളൂ. പള്ളിയിൽ എപ്പോഴാണ് പോകുന്നത്? ജുമാക്ക് മാത്രം. മദ്രസയിൽ പണ്ട് പഠിച്ചിരുന്നു, ഹർഫ് എന്താണെന്നറിയില്ല, അൽഫു ബാ എന്താണെന്നറിയില്ല, പണ്ട് മദ്രസയിൽ 10 പഠിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതും നമുക്ക് പറയണ്ട, അത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുത്തോളി, നിങ്ങളുടെ മോന് നിങ്ങൾ കൊടുത്തോളി, ഇതൊക്കെ നമ്മുടെ ഒരു ഉഡായിപ്പ് സിസ്റ്റം ആക്കി വെച്ചിട്ട് പരസ്യമായിട്ട് മോൻ ദീനുള്ളവൻ, നിസ്കാരമുള്ളവൻ എന്നാൽ ആ മകനെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾ ആരെങ്കിലും അവൻ്റെ മഹല്ലത്തിലെ പള്ളിയിൽ സുബൈക്ക് വരുന്ന നോക്കാറുണ്ടോ? സുബൈക്ക് ജമാഅത്തായിട്ട് പള്ളിയിൽ വരുന്നുണ്ടോ? ദീനിയായി ചട്ടക്കൂട്ടിലാണോ? ഇതാണ് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മകളെ പിടിച്ച് ഏൽപ്പിക്കുക. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോളെ ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹു. ഒരു സമ്പത്തുമില്ല, വെറും ഫക്കീർ. അവിടെ ദീൻ നോക്കി. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയായിട്ട് ആര്? ഹൗല ബിൻത് ഔഫ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയെ. വലിയ പണക്കാരനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അവരുടെ സഹോദരിയാണ്. ആര് കെട്ടി? ബിലാൽ റളിയല്ലാഹു അൻഹു. ഒരു സാധാരണക്കാരൻ, എത്യോപ്യക്കാരൻ, ഹബശി. അവിടെ എന്താ പരിഗണിച്ചത്? സമ്പത്തല്ല അവിടെ പരിഗണിച്ചത്, അവിടെ ദീനാണ് അവിടെ പരിഗണിച്ചത്. അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. ഫാത്തിമ എന്ന പൊന്നുമോളെ മാറ്റി നിർത്തിയിട്ട് അലി നബി തങ്ങൾ പറഞ്ഞു, മോളെ വലിയ കുടുംബക്കാരനും അല്ലെങ്കിൽ വലിയ സമ്പന്നനൊന്നുമല്ല ഉപ്പ നിനക്ക് സെലക്ട് ചെയ്തത്, ഒരു പാവപ്പെട്ടവനാണ്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിന്നെ അവൻ ദ്രോഹിക്കൂല, നിന്നെ അവൻ വേദനിപ്പിക്കൂല,
നിന്നെ അവൻ വിഷമിപ്പിക്കൂല, നിന്നെ അവൻ പട്ടിണിക്കിടൂല. എനിക്കതിന് നല്ല ഉറപ്പുണ്ട്. അങ്ങനെയുള്ളൊരു ഒരാളെയാണ് മോളെ ഉപ്പ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അമാനത്തായിട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിയെ വിളിച്ചിരുത്തി പഠിപ്പിച്ചു. പക്ഷേ അവരുടെ അവസാന ജീവിതം വരെയും അവർ ഡിവോഴ്സ് ആയതായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടോ ഒന്നും നമ്മുടെ ചരിത്രത്തിൽ കാണില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നബി തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്, അലി റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കുടുംബത്തിലുണ്ട്. അതൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് തൊലാഖിലേക്ക് എത്തിയിട്ടില്ല, ഡിവോഴ്സിലേക്ക് എത്തിയിട്ടില്ല. ഇത് നമ്മുടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്കാണ് നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇൻ അളലമഹ ലം വഇൻ അബ്ഗലഹ ലം യുളിംഹ. ഒരിക്കലും ഇനി ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഒരു പക്ഷെ അവൾ ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ, ലം യുളിംഹ, അതിൻ്റെ പേരിൽ അവളെ അടിക്കുകയോ അവളോട് ദേഷ്യപ്പെടുകയോ അവളെ തെറിവിളിക്കുകയോ ചെയ്യുകയില്ല ഒരു ദീനി ബോധമുള്ള പയ്യനാണെങ്കിൽ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പയ്യനെ നിങ്ങൾ സെലക്ട് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മകനായി നമ്മുടെ ഈ അർഷാദിനെ അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെയുള്ളൊരു നല്ലൊരു മകളായി ആമിനയെ അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെയുള്ളൊരു നല്ല കുടുംബമായി ജീവിച്ച് സന്തോഷത്തോടുകൂടി സ്വർഗവും അവിടെ മുതൽ അങ്ങോട്ടും നിലനിൽക്കുന്ന നല്ല ഒരു ദമ്പതികളാക്കി അള്ളാഹു ഇവരെ അനുഗ്രഹിക്കുകയും ഇവരിലൂടെ ധാരാളം സാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്യുകയും മരണപ്പെട്ടു പോയ പിതാവ് ഖബറിൽ ഇവരുടെ സന്തോഷം കണ്ട് ആസ്വദിച്ച് കിടക്കുന്നതിന് അള്ളാഹു തൗഫീഖ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഒരുമിച്ച് കൂടിയവരും നമ്മുടെയൊക്കെ മക്കൾക്കും ഇതേപോലുള്ള നല്ല ഒരു കുടുംബ ജീവിതം നൽകി അള്ളാഹു നൽകുകയും അതിലൂടെ സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.